കറണ്ട് ഇലക്ട്രിസിറ്റി. സോ ഫിസിക്സിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു 10th ഒക്കെ പഠിക്കുന്ന അതേ ചാപ്റ്റർ തന്നെയാണ്, അതേ ഇക്വേഷൻസ് തന്നെയാണ് ഇപ്പോഴും പഠിക്കാനുള്ളത്. പക്ഷേ അത് കുറച്ചും കൂടിയും ഹൈ ലെവലായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സോ കീം 2025 നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, +2 ഫിസിക്സിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ V = IR ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് ഓംസ് ലോ. ഓംസ് ലോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഓംസ് ലോ = V = IR. V എന്താണ്? പൊട്ടൻഷ്യലാണ്, I കറണ്ടാണ്, R റെസിസ്റ്റൻസ് ആണ്. ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ρL/A ചെയ്യാം. L ലെങ്ത് ആണ്, A ഏരിയ ആണ്, റോ അതിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. റോൻ്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്, ലെങ്ത്ത് പിന്നെ ഏരിയ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു റെസിസ്റ്റർ സീരീസിൽ വെച്ചു, 1 2 3 സീരീസിൽ വെച്ചാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R1 + R2 + R3 ആണെന്ന് അറിയൂലേ? ഇനി നമ്മൾ പാരലലാണ് വെച്ചതെങ്കിലോ? പാരലലാണെങ്കിൽ, പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. പാരലൽ അത് അറിയില്ലെങ്കിലാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പാരലലാണ് വെച്ചെങ്കിൽ 1/R എഫക്റ്റീവ് = R1/R1 + 1/R2 + 1/R3 + എക്സെട്ര ആയിരിക്കും. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് പവർ ആൻഡ് എനർജി. പവർ എന്ന് പറഞ്ഞാൽ V × I ആണ്, അതായത് പൊട്ടൻഷ്യൽ × കറണ്ട് ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? I²R എന്ന് എഴുതാം, അല്ലെങ്കിൽ V²/R എന്ന് എഴുതാം. സോ ഇത് നോക്കി വെക്കുക. പവർ എന്ന് പറഞ്ഞാൽ I²R എന്ന് എഴുതാം, അല്ലെങ്കിൽ V²/R എന്ന് എഴുതാം. ഇനി ഹീറ്റ് അല്ലെങ്കിൽ എനർജി ആണെങ്കിലോ? ഹീറ്റ് അല്ലെങ്കിൽ എനർജി ആണെങ്കിൽ I²RT എന്ന് എഴുതാം, I²RT അല്ലെങ്കിൽ VIT എന്ന് എഴുതാം. കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറ് I²RT തന്നെയാണ്. ഓക്കെ, സോ എനർജിയുടെ ഇക്വേഷൻ I²RTയും പവറിൻ്റെ ഇക്വേഷൻ I²R അല്ലെങ്കിൽ V²/R അല്ലെങ്കിൽ VI എന്നൊക്കെ കൊടുക്കാം. സോ ഇതിങ്ങനെ നമ്മൾ മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഒരു ഇക്വേഷൻ പഠിക്കുക, അപ്പം നമുക്ക് ഇത് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റണം. ഓക്കെ അല്ലേ? ഇനി കിർച്ചോഫ്സ് ലോ. കിർച്ചോഫിന് 2 ലോസ് ഉണ്ട്, ഒന്ന് ജംഗ്ഷൻ റൂളും ഉണ്ട്, ഒന്ന് ലൂപ്പ് റൂളും ഉണ്ട്. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പുറത്തോട്ട് കറണ്ട് വരുന്നുണ്ട്, ഇവിടെ ഉള്ളോട്ട്, ഇവിടെ പുറത്തോട്ട്, ഇവിടെ പുറത്തോട്ട്, ഇവിടെ ഉള്ളോട്ട്. സോ ഉള്ളോട്ട് 2 കറണ്ടാണ് ഉള്ളത്. സോ I1 + ഇത് 1 2 3 4 5. ഇപ്പോൾ നമുക്ക് 1 + 4 എന്ന് പറയുന്നത് 2 + 3 + 5 ആണെന്ന് എഴുതാം. അങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ മതി. അതായത് പുറത്തോട്ടുള്ള കറണ്ട് തന്നെ ആയിരിക്കും ഉള്ളിലോട്ട് വരുന്ന കറണ്ടും. ഓക്കെ, അതാണ് ജംഗ്ഷൻ കിർച്ചോഫിൻ്റെ ആദ്യത്തെ റൂൾ. രണ്ടാമത്തെ റൂള് ലൂപ്പ് റൂളാണ്. ഒരു പൊട്ടൻഷ്യൽ ഇതെടുത്താൽ, ഒരു ലൂപ്പ് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് കിർച്ചോഫ് പറയുന്നത്. ഇനി RC സർക്യൂട്ട്, ഇത് സംഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. ചാർജ് എന്ന് പറയുന്നത് Q × 1 - e -t/RC ആണ്. ടോ എന്ന് ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് RC ആയിരിക്കും. R റെസിസ്റ്റൻസ് ആണ്, C കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇത് ഞാൻ എവിടെയും വലുതായിട്ട് കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻസിലും എനിക്കൊരു ഓർമ്മയില്ല. ഇത് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. VD, ഡ്രിഫ്റ്റ് വെലോസിറ്റി = I/NAE. അല്ലെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് അവിടുത്തെ കറണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, NAVD. ഓക്കെ, നമുക്ക് അങ്ങനെ പഠിക്കാം, NAVD, VD × E. അതായത് N നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്, A എന്താണ്? A ഏരിയ ആണ്, VD വെലോസിറ്റി ആണ്, E ഇലക്ട്രോൺസ് ആണ്. സോ കറണ്ട് I ആണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പഠിക്കാം, I = NAVD. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് VD കിട്ടിയില്ലേ? അങ്ങനെയാണ് ഇക്വേഷൻ പഠിച്ചേക്കേണ്ടത്. ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് R = R0 × 1 + α × T - T0 ആയിരിക്കും. 1 + α × T - T0. ഓക്കെ അല്ലേ? ഇനി മീറ്റർ ബ്രിഡ്ജിൽ R/S = L1/L2 ആയിരിക്കും.
അത് പ്രോബ്ലം ചെയ്യുമ്പം മനസ്സിലാവും ആർ എന്താ എസ് എന്താണെന്നൊക്കെ. L1/L2 ആയിരിക്കും. പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ E1/E2 = L1/L2 ആയിരിക്കും. A wire of resistance 4 ohm is stretched to double its length, new resistance. R എന്ന് പറയുന്നത് L/A എന്നറിയാം. L ഡബിൾ ചെയ്തു, റെസിസ്റ്റൻസ് 4 ആണ്, 4R ആണ്. ഇനീഷ്യലി ഉള്ള റെസിസ്റ്റൻസ് 4 ആണ്. L ഡബിൾ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഏരിയ, അപ്പോൾ L മാറുമ്പം അവിടെ ഉണ്ടാകുന്ന ഏരിയ മാറും. കാരണം ഏരിയ എന്താണ്, L/B അല്ലേ. ഏരിയ മാറും. ഏരിയ മാറിയപ്പം ഏരിയ L/2 ആകും. ഏരിയ മാറിയപ്പം നമുക്ക് എന്ത് കിട്ടി, R 16 ohm എന്ന് കിട്ടും. ഓക്കെ, ലെങ്ത്ത് ഡബിൾ ആകുമ്പം ഏരിയ പകുതിയാകും. അത് നോക്കി വെക്കുക, ലെങ്ത്ത് ഡബിൾ ആകുമ്പം ഏരിയ പകുതിയാകും. ഇനി ഇതൊരു മീറ്റർ ബ്രിഡ്ജാണ്. നൾ പോയിൻറ്റ് 40 സെൻറ്റിമീറ്ററിലാണ്. ഇഫ് നോൺ റെസിസ്റ്റൻസ് ഇസ് 10 ohm, ദ അൺനോൺ റെസിസ്റ്റൻസ് R/10 = ഒരു മീറ്റർ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 100 മീറ്റർ ആയിരിക്കും, അങ്ങനെ സെൻറ്റിമീറ്റർ ആയിരിക്കും. ആദ്യത്തെ നൾ പോയിൻറ്റ് 40 അടുത്തത് 60 അതിനാണെങ്കിൽ R/10 എന്ന് പറയുന്നത് 40/60, അപ്പോൾ R 6.67 ohm എന്ന് കിട്ടും. 3 റെസിസ്റ്റർ 2 ohm, 3 ohm, 6 ohm കണക്റ്റഡ് ഇൻ പാരലൽ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ്. പാരലൽ കണക്ട് ചെയ്ത ഇക്വേഷൻ എന്താ, 1/R1 + 1/R2 + 1/R3 അല്ലേ. അപ്പോൾ R എത്ര കിട്ടും, 1 കിട്ടി. അത് തിരിച്ചിടാനും മറക്കരുത്. ഇപ്പോൾ 1/2 ഒക്കെ ആണെങ്കിൽ തിരിച്ചിടാൻ മറക്കരുത്, അപ്പോൾ 2 ആണ് കിട്ടുക. ഓക്കെ, തിരിച്ചിടാൻ മറക്കരുത്. 1/RE തന്നെ വെച്ചെടുത്ത്, അതല്ല ആൻസർ. R എഫക്റ്റീവ് എന്ന് പറയുന്നത് മുകളിലോട്ട് ഇടണം. ഇനി എ 100 watt bulb operates 200 volt if its resistance R V²/P എന്ന് എഴുതിക്കൂടെ. P എന്ന് പറഞ്ഞാൽ V²/R അല്ലേ. അപ്പോൾ P കിട്ടുന്നുണ്ട്, P തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, R അറിയൂലേ. ഓക്കെ അല്ലേ. ഇനി എ കറണ്ട് ഓഫ് 2 ampere flows through a resistor 5 ohm for 10 minutes. Heat produced. ഹീറ്റ് എന്താണ്, I²RT അല്ലേ. I തന്നിട്ടുണ്ട് 2, R 5 തന്നിട്ടുണ്ട്, R 5 തന്നിട്ടില്ലേ. ടൈം 10 തന്നിട്ടുണ്ട്, 10 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. 10 മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം. 10 × 60, അപ്പോൾ 600 കിട്ടും. അങ്ങനെ നമുക്ക് I²RT ഇട്ട് കൊടുത്താൽ മതി. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ഇസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ. ഓക്കെ അല്ലേ. മറ്റേത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഇനി ഇതിലെ പ്രോബ്ലം സോൾവ് ചെയ്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റ് മാറ്റുന്നത് ശ്രദ്ധിക്കണം. എപ്പോഴും യൂണിറ്റിന് ആംബിയറിലോ മീറ്ററിലോട്ടോ മാറ്റണം. മില്ലി ആംബിയർ സെൻറ്റിമീറ്ററിലൊന്നും പറ്റില്ല. അത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് ആക്കുന്നത്. സിംപ്ലിഫൈ സർക്യൂട്ട് യൂസിങ് സീരീസ് പാരലൽ കോമ്പിനേഷൻ. സർക്യൂട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. പാരലൽ കോമ്പിനേഷനൊക്കെ വരികയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഫ്ലോ കൺസിസ്റ്റൻറ്റ് സൈൻ കൺവെൻഷൻ ഇൻ കിർച്ചോഫ് ലൂപ്സ്. പിന്നെ നമ്മൾ കൂടുതലും മിസ്റ്റേക്ക് വരുത്തുന്ന സ്ഥലം P = I²R. അതിൽ ഐക്ക് സ്ക്വയർ ഇടാൻ മറന്നു, IR അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ മിസ് ഇൻട്രപ്റ്റിംഗ് മീറ്റർ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ. മീറ്റർ ബ്രിഡ്ജിൻ്റെ ബാലൻസ് കണ്ടീഷനെ മാറി എഴുതുന്നത് ഇതാക്കും. ഇനി പൊട്ടൻഷ്യോമീറ്റർ ഓഫ് വയർ ഓഫ് ലെങ്ത് 1 meter ഹാസ് എ റെസിസ്റ്റൻസ് 10 ohm. ഫൈൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ V/L ആണ്. അത് പഠിച്ചു വെക്കുക. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ V/L ആണ്. VIR കൊടുക്കാം, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി എ കപ്പാസിറ്റർ 2 ohm 2 microfarad charge through 1 mega ohm resistor. ടൈം കോൺസ്റ്റൻറ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ടൈം കോൺസ്റ്റൻറ്റ് = RC. റെസിസ്റ്ററും കപ്പാസിറ്ററും തന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിലുള്ള ഇക്വേഷൻസ് ആണ് ഓംസ് ലോ V = IR, റെസിസ്റ്റിവിറ്റി R = ρL/A, പവർ = I²R, ഡ്രിഫ്റ്റ് വെലോസിറ്റി I/NAE, മീറ്റർ ബ്രിഡ്ജ് R/S = L1/L2. ഓക്കെ അല്ലേ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള കുറച്ച് പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് നോക്കുക. അതിലൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം.
നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കുക. വേണമെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.